ഹലോ ഹലോ, കേക്കുന്നുണ്ടോ? കേക്കുന്നില്ലേ? അതല്ല, ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടോ അവിടെ? എന്തുവാടാ തെലുങ്ക് പടത്തിന് ഡബ് ചെയ്യുന്നോ? എടാ, ഞാൻ ഗോവിന്ദൻകുട്ടിയാണെന്ന്. ഞാനേ അപ്പൂപ്പന്റെ വീട്ടിന്റെ അവിടെ എത്തി. എടാ, അപ്പൂപ്പന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൂപ്പന് ഭാര്യയും മക്കളൊന്നുമില്ല, ആകെയുള്ളൊരു അകന്ന ബന്ധു ഞാനാ. എനിക്ക് ഈ സ്വത്തുക്കളെല്ലാം വന്ന് ചേരുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ കഷ്ടകാലത്തിന് സോനയെന്നും പറഞ്ഞൊരു ഹോം നേഴ്സ് അപ്പൂപ്പനെ പരിചരിക്കാൻ വന്ന് ഇപ്പൊ ഈ സ്വത്തുക്കളെല്ലാം കൂടെ അവക്ക് എഴുതി കൊടുക്കുമെന്നാ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും? എടാ, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? അതിന് നീ അവളെ പ്രേമിച്ചെങ്കിൽ കെട്ടടാ. അതല്ലേ രസം. എടേ, അവക്ക് എന്നോട് ഒരു താല്പര്യമില്ല. എടാ, അതിനല്ലടാ പുല്ലേ, ഞാനൊരു ലേഖ്യം നിന്റെ കയ്യിൽ തന്നു വിട്ടെ. ലേഖ്യമൊക്കെ നടക്കൂടെ? എടാ, ഇതൊരു വശീകരണ ലേഖ്യമാണ്. ഇത് പാലിൽ കലക്കി കൊടുത്താൽ കുടിക്കുന്നവർക്ക് കൊടുക്കുന്നവനോട് ലോഹ്യം തോന്നുകയും കുടിക്കുന്നവൻ കൊടുക്കുന്നവന് കൊടുത്താൽ കൊടുക്കുന്നവന് കുടിക്കുന്നവരോട് ലോഹ്യം തോന്നുകയും ചെയ്യും. അതാണ് ഈ ലേഖ്യം. നീ ഒന്ന് കൊടുത്തു നോക്ക്. ഇത് പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഏതോ കുടുക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവമേ, സോന വളഞ്ഞാ മതിയായിരുന്നു. ആ ഫ്ലോ അങ്ങ് പോയി. അതെ, പയറ് പോലെ നിക്കുന്നുണ്ടല്ലോ. പിന്നെ വയറ് പോലെ വയറിന്റെ പെടലി പോലെ നിൽക്കൂ. അതല്ല, പയറുമണി പോലെ നിക്കുന്നുണ്ടല്ലോ. അതല്ലേ രസം. ഞാൻ ഇന്ന് രാവിലെ പയറാ കഴിച്ചത്. ആണോ? അപ്പൊ കൂടെ പുട്ടായിരിക്കുമല്ലോ. അയ്യോ, പുട്ടാണെന്ന് എങ്ങനെ മനസ്സിലായി? അല്ല, പിന്നാലെ തള്ളും വരുമല്ലോ. രാവിലെ വന്ന് കയറിയല്ലേ ഉള്ളു. ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും പറ. ഫ്രഷ് ജ്യൂസ്. നന്നായിരിക്കണേ, ഫ്രഷ് ജ്യൂസ്. അതെ, ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. ഇന്ന് കുളിച്ചോ? കുളിച്ചതല്ല, ഇന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു ദിവസമാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതൊന്നും അല്ലെന്ന്. എന്താ? വളച്ചു കെട്ടില്ലാതെ ഞാനൊരു കാര്യം പറ. കുറെ നാളായിട്ട് സോനയോട് പറയണം ഞാൻ വിചാരിക്കാം. വളച്ചു കെട്ടില്ലെന്നും പറഞ്ഞ് നിന്നങ്ങ് വളയുവാണല്ലോ. എനിക്ക് സോന ഇഷ്ടാ. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്താ ഒരു കുഴപ്പം? എടാ, എനിക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോണം. അമ്പലത്തിൽ പോണത് എന്റെ കുഴപ്പം തമ്മിൽ എന്തോന്ന് ബന്ധം? നിന്റെ കുഴപ്പം പറയാൻ നിന്നാ 2 ദിവസം എടുക്കും. പിന്നെ ഞാൻ എങ്ങനെ അമ്പലത്തിൽ പോകുന്നത്? എടാ, എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. സങ്കല്പം? അത് എന്നെ കെട്ടാൻ പോകുന്ന ആള് ഒരു 6 അടി പൊക്കെങ്കിലും വേണം. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ തിരിച്ചെന്നെ ഒന്നും പറയരുത്. ഞാൻ എവിടെ നിർത്തിയോ അവിടെ നിക്കണം. പിന്നെ ഏത് ഡ്രസ് ഇട്ടാലും പുള്ളിക്കാരന് മാച്ച് ആവണം. അതിന് പറ്റിയ ഒരാളുണ്ട്. ആരാ? തുണിക്കടയുടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേക്ക് വെക്കുന്ന ഡെമ്മി. അതാണ് നിനക്ക് പറ്റിയത്. കളിയാക്കല്ലേ? ആക്കല്ലേ? അപ്പാപ്പൻ എന്തേ? അപ്പ പറയാതെ ഇപ്പൊ പറഞ്ഞിട്ട് പോടി. അയ്യോ, അതല്ല, അപ്പാപ്പൻ എന്തേ? അതല്ലേ രസം. ഞാൻ ഇന്നലെ രാത്രി അപ്പാപ്പനെ ബാത്റൂമിൽ കൊണ്ടിരുത്തി. അയ്യോ, തിരിച്ചെടുക്കാൻ മറന്നുപോയി. അയ്യോ, ഹാർട്ടിന് അസുഖമുള്ള മനുഷ്യനാ. ആണ്ടിലല്ലേ അസുഖമുള്ളൂ, എന്നും അസുഖമില്ലല്ലോ. ആണ്ടിലല്ല, ഹാർട്ടിന് അസുഖമുള്ള മനുഷ്യനാ. അയ്യോ, ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അയാളെ ഹാർട്ട് 4ആയിട്ട് കീറും. പതുക്കെ വിളി. അയ്യോ, ആള് മിണ്ടുന്നില്ല. വേണങ്ങിയിരിക്കല്ലേ. ആണ്ട അപ്പാപ്പൻ പുറത്തുനിന്ന് വരുന്നു. Simple Simon met a pieman going to the fair. Said Simple Simon to the pieman, let me taste your ware. Said the pieman up to Simon. അപ്പാപ്പൻ എന്തിനാ ഈ വള്ളി പിടിച്ചോണ്ട് വരുന്നേ? എനിക്കിത് വള്ളി, എനിക്കിത് ബ്രേക്കാ. ഇത് കൈ വിട്ടാ ബാലൻസ് തെറ്റി പോകും. നീ വന്നാടാ. അയ്യോ, അപ്പാപ്പ എഴുന്നേറ്റ്. പിടിക്കണ്ട. എന്നെ എന്തിനാടാ ബാത്റൂമിനകത്ത് കയറ്റിട്ട് കുറ്റിയിട്ടത്? അതല്ലേ രസം. പുറത്തുനിന്ന് കുറ്റിയിടുന്നതാണോ രസം? അതല്ല, പുറത്തുനിന്ന് അകത്തേക്ക് നോക്കാതിരിക്കാൻ വേണ്ടിയാ പുറത്തുനിന്ന് കുറ്റിയിട്ടത്. എടാ, പുറത്തുനിന്ന് അകത്തേക്ക് നോക്കുമ്പോ വലിയ രസം. അകത്തല്ലടാ കുറ്റിയിടേണ്ടത്. അതിന് ഞാൻ അകത്തല്ലായിരുന്നല്ലോ, ഞാൻ പുറത്തല്ലേ. അപ്പൊ പുറത്തുനിന്നല്ലേ കുറ്റിയിടാൻ പറ്റുള്ളൂ. അത് കറക്റ്റാ. അയ്യോ, എന്റെ അപ്പാപ്പ എഴുന്നേറ്റ്. അപ്പാപ്പൻ എവിടെ പോയി ടാറ്റു അടിച്ചു? ടാറ്റു അല്ല, ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ വന്നപ്പോഴേ ബാക്കിലെ ഫാൻ ഉണ്ടല്ലോ, എക്സോസ് ഫാൻ, അത് പൊളിച്ച് താഴോട്ടിറങ്ങി വന്നപ്പോ ക്ലാമ്പ് പിടിച്ചതാ. ക്ലാമ്പ് പിടിച്ചോണ്ട് രക്ഷപ്പെട്ടു. ക്ലാമ്പ് പിടിക്കായിരുന്നെങ്കിൽ നീ രക്ഷപ്പെട്ടേനു. ഞാൻ അങ്ങനെ രക്ഷപ്പെടും. ഞാൻ മൂക്കും തല്ലി അരച്ച് വീണ് ചാവുമ്പോ എന്റെ സ്വത്തെല്ലാം നിനക്ക് അനുഭവിക്കാമല്ലോ. അപ്പാപ്പ എന്നെ അങ്ങനെ കരുതിയേക്കണേ. കണയല്ല, നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെ നച്ചാപ്പിക്കൊന്നും വേണ്ട. ഒരു സീരിയസ് കാര്യം പറഞ്ഞോണ്ട് കോമഡി അടിച്ചോണ്ട് വരല്ലേ. നക്കാപ്പിച്ച വേണ്ട. എനിക്ക് അപ്പാപ്പന്റെ സ്നേഹം മാത്രം മതി. ഈ സ്വത്തും ബംഗ്ലാവും കാറും എല്ലാം ഒന്നും എനിക്ക് വേണ്ട. ഒന്നും വേണ്ട. എനിക്കറിയാവടാ, നീ എന്റെ അനന്തരവനല്ലേ. എനിക്കറിയാം നിനക്ക് സ്നേഹമുള്ളവനാ. നിനക്ക് ഈ സ്വത്തും വകയൊന്നും വേണ്ടാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എഴുതി അവക്ക് കൊടുക്കാൻ തീരുമാനിച്ചു.
എന്നാ ഞാൻ സത്യം പറയട്ടെ, പറ. എനിക്ക് വേണം. നിനക്ക് അങ്ങനെ തന്നെ വേണം. ആ ദേ, ഞാനൊരു കാര്യം പറയാം. നമ്മളാണ് ബന്ധുക്കള്, ഇതൊക്കെ അന്യ ആൾക്കാര്. എടാ, അന്യ ആൾക്കാരാണ് ബന്ധുക്കളെ പോലെ ഇപ്പൊ പെരുമാറുന്നത്. ബന്ധുക്കൾ അന്യ പോലെ പെരുമാറുമ്പോ ഞാൻ എങ്ങനെ അവക്ക് കൊടുക്കാതിരിക്കും? നമ്മളല്ലേ രക്തബന്ധം, അവള് തമ്മിൽ രക്തബന്ധമൊന്നും ഇല്ലല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ അവളാണോ എനിക്ക് ബ്ലഡ് തന്നേ? അപ്പൊ രക്തബന്ധമായില്ലേ? ഞാനും തന്നായിരുന്നു ബ്ലഡ്. നീ തന്ന് ഡേറ്റ് കഴിഞ്ഞ് ഒരു കവർ ബ്രെഡ്. അപ്പാപ്പ ഗുളിക കഴിച്ചായിരുന്നോ? ഞാൻ ബാത്റൂമിൽ നിന്നല്ലേ വന്നത്, പിന്നെ കുളിയും കഴിഞ്ഞല്ലേ വന്നത്. അയ്യോ കുളിയല്ല, ഗുളിക. ഗുളിക കഴിച്ചായിരുന്നോ? അതിനിങ്ങനെ ആക്ഷൻ കാണിക്കണ്ട, എനിക്ക് കേക്കാം. എനിക്ക് ചെവിയുടെ പാമ്പാ. പാമ്പിന്റെ ചെവിയാന്നാ ഉദ്ദേശിച്ചത്. ഗുളി കഴിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? എനിക്ക് കേക്കാന്നാ പറഞ്ഞത്. ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്ര കഷ്ടപ്പാടുണ്ടായിരുന്നോ? അല്ല, അപ്പാപ്പനെ ഒരു കഴിക്കായിരുന്നില്ലേന്ന്. അതെ, എനിക്ക് കേക്കാം. ആക്ഷൻ കാണിക്കണ്ട. തൂങ്ങിച്ചാവാൻ എനിക്കിപ്പോ മനസ്സില്ല. അയ്യോ, ഓ തൂങ്ങിച്ചാവാനല്ല. അപ്പാപ്പൻ എന്താ കല്യാണം കഴിക്കാഞ്ഞേ? കല്യാണം കഴിക്കാൻ ഞാന് അങ്ങ് ബോർഡറിലായിരുന്നല്ലോ. സാരിയുടെ ബോർഡറില്ല, അല്ല ഏത് സ്ഥലത്തെ ബോർഡറിലെന്ന്? ഞാൻ കാശ്മീരിലായിരുന്നല്ലോ. ഞാൻ പട്ടാളത്തിലല്ലായിരുന്നോ? പാക് യുദ്ധം നടക്കുന്ന സമയം. ഒരു പാക്കിന് വേണ്ടിയിട്ട് ആരെങ്കിലും യുദ്ധം ചെയ്യുമോ? പാക്കല്ലടാ പൊട്ടാ, പാകിസ്ഥാൻ. എന്നതാടി അവൻ പറഞ്ഞത്? അല്ല, പാകിസ്ഥാനിലായിരുന്നല്ലോ യുദ്ധം. യുദ്ധം നടക്കുന്നതിനിടയ്ക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? കറക്റ്റാ, കല്യാണം കഴിഞ്ഞിട്ടല്ലേ യുദ്ധം നടക്കുന്നത്. യുദ്ധത്തിന് മുമ്പല്ലോ കല്യാണം നടക്കുന്നത്. എന്തുവാടി അവൻ പറയുന്നത്? അല്ല, ഇതുവരെയുള്ള കഥ എന്തുവാന്ന് ചോദിക്കുക. കഥയില്ലാത്തവനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ കാശ്മീരിലായിരുന്നല്ലോ. അവിടുത്തെയൊക്കെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? നല്ല ആപ്പിള് പോലായിരിക്കുന്നേ. അതെന്താ, മരത്തെ തൂങ്ങി കിടക്കുവോ? അല്ല, അവര് നല്ല സുന്ദരികളാണോ? സത്യം പറഞ്ഞ അവരുടെയൊക്കെ ഉറക്കം കെടുത്തുന്ന ഒരാളായിരുന്നു ഞാൻ അന്ന്. പെണ്ണുങ്ങളൊക്കെ ഉറങ്ങി കിടക്കുമ്പോഴേ അപ്പാപ്പ ചെന്ന് പടക്കം പൊട്ടിക്കും, പിന്നെ എങ്ങനെ ഉറങ്ങും? അല്ല അപ്പാപ്പ, അത്രയും സുന്ദരികളായിരുന്നല്ലോ, എന്നിട്ട് എന്തേ അപ്പാപ്പൻ കെട്ടാഞ്ഞേ? ഞാനേ ഹേമമാലിനിയെ പോലൊരു പെങ്കൊച്ചിനെ കെട്ടാൻ വേണ്ടിയാ ഇരുന്നത്. അന്ന് കെട്ടായിരുന്നതാ, ഇപ്പഴേ ഇരിക്കുക ഈ മാലിന്യം. അല്ല, മാലിന്യെ കെട്ടായിരുന്നല്ലേ? പോണ് കാറ്റാടി യന്ത്രം അതാ എന്റെ കൈക്കരുത്. അപ്പാപ്പ റെസ്റ്റ് എടുത്തോ. അപ്പൊ ഒരു ഗ്ലാസ് പാലൂടെ ഇട്. എന്തിന്? റസ്ക് മുക്കി തിന്നണ്ടായോ? അയ്യോ, റെസ്റ്റ് അല്ല, റെസ്റ്റ് എടുത്തോ, ഞാനിവിടെ തൂക്കട്ടെ. റെസ്റ്റ് എടുത്തോണ്ട് എങ്ങനെ അടി തൂക്കുന്നേ? രണ്ടിന്റെ ഇടയിൽ കിടന്ന് ഞാന്. ഈ രണ്ടുപേരുടെ ഇടയിൽ പോയി ഇന്ദിര കിടക്കുന്നേ. അത് കേക്കും. പാമ്പിന്റെ ചെവിയാടി. ആർക്ക്? പാമ്പിന്. അപ്പാപ്പ കേറി പോയിക്കേ. എവിടെ? ഇതെന്തോ ഇങ്ങനെ നടക്കുന്നേ? കീറിപ്പോവാൻ പറഞ്ഞു നീ. കീറി പോവാനല്ല, കേറി പോവാൻ. കേറിപ്പോ. ഞാനേ അലമാരയിൽ മടക്കട്ടെ. അലമാര എന്നെ മടക്കി വെക്കാൻ പോവാ. തുണി മടക്കാൻ പോവാന്ന് പറഞ്ഞതാ. ഓ ദൈവമേ, എനിക്ക് വയ്യ. ഗുളിക വെച്ചിരുന്നല്ലോ ഞാന്. എവിടെ പോയോ എന്തോ. തുണി മടക്കി വെക്കാൻ പോവായിരിക്കും. അല്ല, കളക്ടറേറ്റിലെ ഫയല് നോക്കുമായിരുന്നു. എന്താ ഗോവിന്ദൻകുട്ടി? അല്ല, ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കല്ലേ, അപ്പൊ ക്ഷീണം മാറ്റി പാലൊക്കെ കുടിക്കുക. അയ്യോ, എനിക്ക് ഈ പാല് വേണ്ട. അയ്യോ, ഇത് പ്രത്യേകതയുള്ള പാലാ. എന്താ, കറുത്ത പാലാണോ? അതല്ലേ രസം. ഈ പാല് കുടിച്ചു കഴിഞ്ഞാൽ ചത്ത് കിടക്കുന്നവരെ ചാടി എഴുന്നേറ്റ് കുതിരയെ പോലെ ഓടും. ഞാൻ ചത്തില്ലല്ലോ. അങ്ങനെയല്ലേ, പാല് കുടി, ക്ഷീണമൊക്കെ മാറട്ടെ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഗോവിന്ദൻകുട്ടി ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെക്ക്, ഞാൻ ഈ പാല് കുടിച്ചോളാം. ദൈവമേ, ലേഹ്യം കലക്കി പാവല് കുടിക്കുന്നു, അവൾക്ക് എന്നോട് പ്രേമം തോന്നുന്നു, ഞാൻ അവളെ കെട്ടുന്നു, സ്വത്തല്ല എനിക്ക് സ്വന്തം. പിന്നെ ഈ ഗോവിന്ദൻകുട്ടി ആരാ? ഗോവിന്ദൻകുട്ടി, കുടിച്ചു. എന്നിട്ട് നല്ല സ്വാദുള്ള പാല്. ഉള്ളി എന്തെങ്കിലും തോന്നുന്നു? ഉള്ളി ഇട്ടായിരുന്നോ പാലില്? ഉള്ളിയല്ല, അതായത് ഈ പാല് കുടിച്ചതിന് ശേഷം ഹൃദയത്തിലൊരു തുടിപ്പ്, ഒരു ചവർപ്പ്, ഒരു ചുവപ്പ്, അങ്ങനെ എന്തെങ്കിലും. ഇങ്ങനെയൊക്കെ തോന്നണ്ടതേ ആദ്യം അപ്പൂപ്പനല്ലേ. അതെങ്ങനെ അപ്പൂപ്പന് തോന്നും? അല്ല, ഗോവിന്ദൻകുട്ടി പറഞ്ഞത് ആ പാല് കുടിച്ചാൽ ക്ഷീണം മാറുന്നല്ലേ. ഞാൻ അപ്പൂപ്പനും കുറച്ച് കുടിച്ച്, ഞാനും കുറച്ച് കുടിച്ച്. എടാ, ഇതൊരു വശീകരണ ലേഖ്യമാണ്. ഇത് പാലിൽ കലക്കി കൊടുത്താൽ കുടിക്കുന്നവർക്ക് കൊടുക്കുന്നവനോട് ലോഹ്യം തോന്നുകയും കുടിക്കുന്നവൻ കൊടുക്കുന്നവന് കൊടുത്താൽ കൊടുക്കുന്നവന് കുടിക്കുന്നവരോട് ലോഹ്യം തോന്നുകയും ചെയ്യും. അതാണ് ഈ ലേഖ്യം.
ഹലോ ഹലോ അളി ആ കുഴപ്പം പാലെടുത്ത് കുടിച്ചതേ അപ്പൂപ്പൻ അവളും കൂടെ രണ്ടുപേരുടെ പോര് കോഴികളെ പോലെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാ. എടാ നീ അതിനെങ്ങനെ ടെൻഷൻ ആവണ്ട, അതിനൊരു മറുമരുന്ന് നിന്റെ കയ്യിൽ തന്നിട്ടില്ല, അതെടുത്ത് കുടിച്ചാ മതി. ആ ഒരു പൊടി അത് കഴിച്ചാ മതിയാ? മതി. ഓക്കെ ഞാൻ കഴിച്ചു. നീ കഴിച്ചാ? എടാ പൊട്ട, നീയല്ല മറുമരുന്ന് കഴിക്കേണ്ടത്. പാല് കുടിച്ചവര് കഴിച്ചാലേ അതിന് പ്രയോജനമുള്ളൂ. ഞാൻ കഴിച്ചാലും കുഴപ്പമുണ്ടാ? നീ കഴിച്ചാലാ? എടാ നീ കഴിച്ചു കഴിഞ്ഞാൽ നീ ലൗകിക ജീവിതമൊക്കെ വെടിഞ്ഞ് ആത്മീയതയിലേക്ക് പോകൂടാ. അപ്പൂപ്പ ഗോവിന്ദൻകുട്ടി, ഞങ്ങള് പാലൊന്നും കുടിച്ചില്ലടാ. നീ ഓടി സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ട് എനിക്ക് ശരിക്കും പാമ്പിന്റെ ചെവി തന്നെ. നിനക്ക് അവളോടുള്ള ഇഷ്ടം എനിക്കറിയാം, അവൾക്ക് നിന്നോടുള്ള ഇഷ്ടവും എനിക്കറിയാം. എന്റെ സ്വത്തും വകയെല്ലാം എനിക്കല്ലേടാ ഉവ്വേ. ആർക്ക് വേണ്ട സ്വത്തും വകയും ഞാൻ ആത്മീയ ജീവിതത്തിലേക്ക് കടത്തിരിക്കുന്നു. ഹിമാലയത്തിലേക്ക് തപസ് ചെയ്യാൻ പോവാ. പറ്റുമെങ്കിൽ വണ്ടിക്കൂലി ഉണ്ടെങ്കിൽ ഗോവിന്ദൻകുട്ടി എന്താ മത്സേ? അതാസ്തു.